Good evening. നമ്മൾ ഇന്നലെ ചാപ്റ്റർ തുടങ്ങി സോഷ്യൽ സൈക്കോളജിയും അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നോക്കിയിരുന്നു അല്ലേ? അടുത്തല്ലേ എടുക്കാനുള്ളത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആസ് എ സയൻസ്. അതല്ലേ എടുക്കാനുള്ളത്? ഒന്ന് പറഞ്ഞേ, ഒരു ഡൗട്ട് ഉണ്ട്. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആസ് എ സയൻസ് അതോട്ടാണ് എടുക്കാനുള്ളത്. ഓഡിബിൾ ആണല്ലോ? ഓക്കെ, തുടങ്ങാട്ടോ. അപ്പൊ അപ്ലൈഡ് സൈക്കോളജി ആസ് എ സയൻസ്, അതായത് നമ്മൾ സയൻസ് ഫീൽഡാണ്, സയന്റിഫിക് ഫീൽഡാണെന്ന് പറഞ്ഞു. അപ്പൊ അപ്ലൈഡ് സൈക്കോളജി സയൻസ് ആണെന്ന് പറയാനുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് പോലെ അതിന്റെ കോർ വാല്യൂസ് പറയുന്നുണ്ട്, നോക്കാം. Applied social psychology can necessarily be termed as a science not only because it is a branch of social psychology. അപ്പോൾ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഒരു സയൻസ് ആണെന്ന് പറയാനുള്ള കാരണം അത് സോഷ്യൽ സൈക്കോളജിയുടെ ബ്രാഞ്ച് ആണ് എന്നതുകൊണ്ട് മാത്രമല്ല, which in turn is a significant area under psychology, but also because it utilizes systematic and empirical methods, is guided and directed by the scientific core values. കണ്ടോ, അപ്പൊ അത് സോഷ്യൽ സൈക്കോളജിയുടെ ബ്രാഞ്ച് ആണ്, അതുകൊണ്ട് മാത്രമാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഒരു സയൻസ് ആയത്. അങ്ങനെയല്ല, അത് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? സിസ്റ്റമാറ്റിക് ആൻഡ് എംപിരിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇസ് ഗൈഡഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ ദ സയന്റിഫിക് കോർ വാല്യൂസ്. സയന്റിഫിക് കോർ വാല്യൂസ് വെച്ചിട്ടാണ് ഇത് ഗൈഡ് ചെയ്തിട്ടുള്ളതും ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതും. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്താണ്? ഒരു സയൻസ് ആണ്. സം ഓഫ് ദ സിഗ്നിഫിക്കന്റ് സയന്റിഫിക് കോർ വാല്യൂസ് ആർ ആക്യുറസി, ഒബ്ജക്ടിവിറ്റി, സ്കെപ്റ്റിസം, ഓപ്പൺ മൈൻഡഡ്നെസ് ആൻഡ് എത്തിക്സ്. 5 എണ്ണാണ് പറഞ്ഞിട്ടുള്ളത്: ആക്യുറസി, ഒബ്ജക്ടിവിറ്റി, സ്കെപ്റ്റിസം, ഓപ്പൺ മൈൻഡഡ്നെസ് ആൻഡ് എത്തിക്സ്. അതിൽ ആദ്യത്തെയാണ് ആക്യുറസി, കൃത്യത അല്ലെ? അതാണ് ആക്യുറസി എന്നുള്ള ഒരു meaning. This is in the context of measurement as well, gathering of information that needs to be carried out without any scope for error and with great precision. കണ്ടോ, എററിനുള്ള സാധ്യതകൾ ഒന്നുമില്ലാതെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള മെഷർമെന്റ്സ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ മെഷർമെന്റ് നോക്കുകയാണെങ്കിൽ എന്താണ്? ആക്യുറസി കൂടുതലാണ്. അപ്പൊ അതൊരു സയന്റിഫിക് കോർ വാല്യൂ ആണ്. ഇനി അടുത്തത് ഒബ്ജക്ടിവിറ്റി. In the process of testing a theory or a measurement and information collection, that there needs to be no subjectivity. The process needs to be objective and free from any bias. Objectivity ഉണ്ടായിരിക്കും. അപ്പൊ അതായത് റിസർച്ചേഴ്സ് ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ സയന്റിസ്റ്റുകൾ ഇത് കണ്ടെത്തുന്ന ടൈമിൽ അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ ഒന്നുമില്ല, ഒക്കെ ഒബ്ജക്റ്റീവ് ആണ്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോരുത്തർ അവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. ഇത് ശരിക്കും അങ്ങനെയല്ല, ഒബ്ജക്റ്റീവ് ആണ്. എല്ലാവരുടെ ഓരോരുത്തരുടെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് മാത്രം കണക്കിലെടുക്കാതെ എല്ലാം എക്സ്പെരിമെന്റ് ചെയ്ത് അത് തെളിവ് സഹിതം കാണിച്ചിട്ടുള്ളതാണ് എന്ത്? അപ്പൊ അതിന് നമുക്ക് ഒബ്ജക്ടിവിറ്റി എന്ന് പറയാം. അല്ലാതെ സബ്ജക്റ്റീവ് ആയിട്ടുള്ളതൊന്നും പാടില്ല, എനി ബയാസ് ഒന്നും പാടില്ല. ഇപ്പൊ ഞാനൊരു റിസർച്ച് ചെയ്യുമ്പോൾ എന്റെ താല്പര്യത്തിന് ഇപ്പൊ സുലേഖ അല്ലേ, സുലേഖ നല്ല കുട്ടിയെന്ന് തോന്നുന്നുണ്ട്, അപ്പൊ നമുക്ക് ഫുൾ മാർക്ക് ഇട്ട് കൊടുക്കാം. അതാണ് സബ്ജക്ടിവിറ്റി. അപ്പൊ അത് പാടില്ല. ഇനി ബയാസ് ഒന്നും പാടാതെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഒരു തിയറി ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ വേണ്ടത്. അപ്പൊ അതാണ് രണ്ടാമത്തെ കോർ വാല്യൂ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കോർ വാല്യൂ സ്കെപ്റ്റിസം. Any outcome or result need to be questioned and not accepted without verifying it. സ്കെപ്റ്റിസം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അതിനെ സംശയബുദ്ധി എന്ന് പറയും. നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം വിശ്വസിക്കാതെ, ഒരാൾ പറയുന്നത് അപ്പാടെ വിശ്വസിക്കാതെ തെളിവ് സഹിതം കാണിച്ചു തരാം, അതിനെയാണ് സ്കെപ്റ്റിസം എന്ന് പറയാം. അപ്പൊ ആരെങ്കിലും ഒന്ന് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ആൻസർ കൊടുക്കാനായിട്ട് പറ്റണം. അതിനെയാണ് സ്കെപ്റ്റിസം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കോർ വാല്യൂം എന്തിനുണ്ട്? ഈ ഒരു അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിക്ക് ഉണ്ട്. ഇനി അടുത്തത് ഓപ്പൺ മൈൻഡഡ്നെസ്. The outcomes and results obtained after an empirical study that are valid and reliable need to be accepted with an open mind, even if they contradict on one's own belief. ഇനി നമ്മൾ ഔട്ട്കം ഒക്കെ അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് ഒക്കെ കിട്ടി, അത് എംപിരിക്കൽ സ്റ്റഡി ഒക്കെ നടത്തി, സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നടത്തി നമുക്ക് ഒരു റിസൾട്ട് കിട്ടി, അത് വാലിഡും റിലയബിൾ ആണെന്ന് വിചാരിക്കാം. need to be accepted with an open mind even if they contradict one's own belief. ഒരാളുടെ ബിലീഫിന് അത് കോൺട്രാഡിക്റ്റ് എതിരായിട്ടാണ് നിൽക്കണെച്ചെങ്കിൽ നമ്മൾ അത് ഓപ്പൺ മൈൻഡായിട്ട് അക്സെപ്റ്റ് ചെയ്യണം.
അതല്ലാതെ അയ്യോ അയാൾ അങ്ങനെ പറഞ്ഞപ്പോ അതുകൊണ്ട് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല, അങ്ങനെ പാടില്ല. ഒരു ഓപ്പൺ മൈൻഡിൽ എന്ത് വേണം, നമ്മൾക്ക് കിട്ടിയ റിസൾട്ട് അല്ലെങ്കിൽ കോൺട്രാഡിക്റ്റ് ആണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ടും പഠിക്കണം. അതാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിൽ അങ്ങനെയുണ്ട്. അപ്പൊ 4 ഇപ്പൊ പറഞ്ഞ ഒന്ന് ആക്യുറസി, കൃത്യത ഉണ്ടായിരിക്കും. ഒബ്ജക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കയറി വരാതെ ഒബ്ജക്റ്റീവ് ഇൻഫർമേഷൻസ് ആയിരിക്കണം കളക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തിയറി ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഒബ്ജക്ടിവിറ്റി ഉണ്ടായിരിക്കണം. സ്കെപ്റ്റിസം എന്ന് പറയുമ്പോൾ എന്താണ്, വെരിഫൈ ചെയ്യാതെ ഒന്നും അക്സെപ്റ്റ് ചെയ്യരുത്. അതായത് തെളിവ് സഹിതം പ്രൂവ് ചെയ്യാത്തതൊന്നും നമ്മൾ തിയറിയിൽ കൊണ്ടുവരാനായിട്ട് പാടില്ല. ഓപ്പൺ മൈൻഡഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് വാലിഡും റിലയബിൾ ആണെങ്കിൽ കൂടി കോൺട്രാഡിക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓപ്പൺ മൈൻഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യണം. ഇനി അടുത്തത് എത്തിക്സ്. എത്തിക്കൽ ഇഷ്യൂസ് നീഡ് ടു ബി ടേക്കൻ കെയർ ഓഫ് വൈൽ ക്യാരിയിങ് ഔട്ട് എനി സ്റ്റഡി ഓൺ റിസർച്ച്. നമ്മൾ എന്ത് റിസർച്ച് നടത്തുകയാണെങ്കിലും എന്ത് വേണം, എത്തിക്സ് വേണം അല്ലെ. നമ്മള് എത്തിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഓരോ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്തിക്സുകളുണ്ട്. കൺസെന്റ്, പ്രൈവസി, പിന്നെ അതുപോലെ തന്നെ കോൺഫിഡൻഷ്യാലിറ്റി, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഈ 5 ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. There are 4 main goals of science that include description, prediction, determining causality and explanation were discussed. ഇനി ഗോൾസുകൾ പറയുന്നുണ്ട്. അതായത് ഒരു സയൻസ് ആണെങ്കിൽ, അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി നമ്മൾ ഒരു സയൻസ് ആണെന്ന് പറഞ്ഞു, അതിന്റെ 5 കോർ വാല്യൂ പറഞ്ഞു. ഇനി അതിന്റെ കുറച്ച് ഗോളുകൾ പറയുന്നുണ്ട്. ഒരു സയൻസ് ആകുമ്പോൾ അതിന് ഇന്ന ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ അതില് ഗോള് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ, പ്രഡിക്ഷൻ, ഡിറ്റർമൈനിങ് കോസാലിറ്റി ആൻഡ് എക്സ്പ്ലനേഷൻ. ആദ്യത്തെയാണ് ഡിസ്ക്രിപ്ഷൻ. Mainly elucidates description of a particular event or phenomena, its nature, frequency and other details. ആദ്യമായിട്ട് എന്താണ്, ഒരു ഈവന്റ് ഡിസ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ടോപ്പിക് വേണം, എന്തെങ്കിലും മാത്രം. അതിനെയാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാം. ഒരു റിസർച്ച് ആണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ എന്തുണ്ടായിരിക്കും, അതിന് ഫസ്റ്റ് ഒരു ടോപ്പിക് ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഈവന്റ് അല്ലെങ്കിൽ ഫിനോമിന ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ നേച്ചർ, ഫ്രീക്വൻസി, ഇതൊക്കെ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഗോൾ എന്താണ്, ഒരു പെർട്ടിക്കുലർ ഈവന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനോമിന നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്യുക. അതാണ് ആദ്യത്തെ ഗോള്. ഇനി രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് പ്രഡിക്ഷൻ ആണ്. Prediction deals with the factors that could be related or lead to the phenomena. ഇനി എന്താണ് പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ, എന്താ, പ്രവചിക്കുക. അതായത് ഈ ഒരു ഫാക്ടർ വരാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിന, ഈ ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടാവാനുള്ള കാരണം എന്താണ്, അതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ ഗോൾ. ഇപ്പൊ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഒരു എക്സാമ്പിൾ എടുക്കാം. അതായത് ഇപ്പൊ COVID-19 വന്നു അല്ലെ. അപ്പൊ അത് ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസ്ക്രൈബ് ചെയ്യാണ്. ഒരാൾക്ക് ഇങ്ങനെ പനി, ജലദോഷം, തുമ്മല്, പിന്നെ പെട്ടെന്ന് ആള് മരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ ഒരു ഈവന്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നു. അതാണ് ആദ്യത്തെ ഗോള്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഗോൾ എന്താണ്, പ്രഡിക്ഷൻ ആണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് പ്രഡിക്ഷൻ. അതായത് എന്താണ്, ചാൻസസ് പറയാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു അസുഖം വരാനുള്ള സാധ്യതകൾ എന്താണ്. അപ്പൊ പറയാ ഒരുപാട് ആൾക്കാർക്ക് അത് പകരുന്നുണ്ട്. അപ്പൊ അടുത്തടുത്ത് ഇടപഴകുമ്പോഴായിരിക്കും ഈ ഒരു അസുഖം കൂടി വരുന്നത്. പിന്നെ ഇതില് ജലദോഷം, തുമ്മലൊക്കെ ഉള്ളത് കൊണ്ട് വൈറസ് വായു വഴി പകരുന്നുണ്ടായിരിക്കാം. അങ്ങനെ പ്രഡിക്ഷൻ ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ ഗോള്. ഇനി അടുത്തത് എന്താണ്, ഡിറ്റർമൈനിങ് കോസാലിറ്റി. denotes determining the cause and effect relationship between the two factors. കണ്ടോ, 2 ഫാക്ടേഴ്സിന്റെ ഇടയിലുള്ള കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻ പറയുന്നു. ഇപ്പൊ കോവിഡ് വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, അതിന്റെ കോസസ് പറയാം. വൈറസ് പകരുന്നുണ്ട്, ആളുകൾ അടുത്തടുത്ത് ഇടപഴകുമ്പോഴാണ് ഈ ഒരു അസുഖം പകരുന്നത്, പെട്ടെന്ന് പകർന്നു പോകുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ കോസൽ ഫാക്ടേഴ്സ് നോക്കുക. ദാറ്റ് ഈസ് വെദർ ചേഞ്ചസ് ഒക്കറിങ് ഇൻ വൺ വേരിയബിൾ ലീഡ് ടു ചേഞ്ചസ് ഇൻ അനദർ വേരിയബിൾ. ഒരു വേരിയബിളിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ മറ്റേ വേരിയബിളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യുക. അപ്പൊ അതായത് ഇപ്പൊ മാസ്ക് മാസ്ക് വേണ്ട, വേറെ എന്താ പറയാ, ഇപ്പൊ ഒരാൾക്ക് പനി വന്നു, അപ്പൊ കൂടെയുള്ള ഒരാൾക്ക്, അപ്പൊ അയാളെ മാറ്റി നിർത്തുമ്പോൾ മറ്റാൾക്ക് പനി വരുന്നുണ്ടോ വരാതിരിക്കുന്നുണ്ടോ എന്നുള്ള മാറ്റങ്ങൾ നോക്കുക. അപ്പൊ ഒരു വേരിയബിളിന് മാറ്റങ്ങൾ വരുത്തുമ്പോൾ മറ്റേ വേരിയബിളിന് ഓട്ടോമാറ്റിക് മാറ്റങ്ങൾ വരുന്നുണ്ടോ, ചേഞ്ചസ് വരുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഇവിടെ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അതാണ് ഡിറ്റർമൈനിങ് കോസാലിറ്റി. അപ്പൊ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ കാരണങ്ങൾ കണ്ടെത്തുകയാണ്. 2 ഫാക്ടേഴ്സിന്റെ ഇടയിലുള്ള കാരണങ്ങൾ. ഇപ്പൊ ഒരാൾക്ക് പനിയുണ്ട്,
ഭർത്താവിനും പനിയുണ്ട്, ഭാര്യയ്ക്കും പനിയുണ്ട്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും പനി വരാനുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളത് കണ്ടെത്തുക. എന്നിട്ട് ഒരാളെ തന്നെ മാറ്റി നിർത്തുക, മറ്റാൾക്ക് പനി കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ ഗോൾസ് ആണ് പറയുന്നത്. ഓക്കെ ആണോ? 3 ഗോൾ ഇപ്പൊ പറഞ്ഞു. ഡിസ്ക്രൈബ് ചെയ്യുക, പ്രഡിക്ഷൻ ആൻഡ് ഡിറ്റർമൈനിങ് കോസാലിറ്റി. മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇനി അടുത്തത് എക്സ്പ്ലനേഷൻ. ഡീൽസ് വിത്ത് ദ റീസൺ വൈ ദ ഫിനോമിന ഒക്കേഴ്സ്. കണ്ടോ, ഇനി എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്? There could be a cause and effect relationship between two factors, but why does this relation exist is explained, discussed under explanation. So, രണ്ട് ഫാക്ടേഴ്സ് തമ്മിലുള്ള എന്തോ ഒരു റിലേഷൻ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ആ റിലേഷൻ ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഈ ഒരു റിലേഷൻ എക്സിസ്റ്റ് ചെയ്തു പോകുന്നുള്ളത്, അങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. കണ്ടോ, ഭാര്യയ്ക്കും ഭർത്താവിനും പനിയുണ്ട്, മാറുന്നില്ല, അവിടെ ഒരു റിലേഷൻ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു റിലേഷൻ നിൽക്കുന്നത്? ഇപ്പൊ വൈറസ് ആണെന്നുള്ളത് കണ്ടുപിടിക്കുക, എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. ഇത് കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് കാരണമാണ് ഈ ഒരു അസുഖം വന്നിട്ടുള്ളത്. എക്സ്പ്ലനേഷൻ കൊടുത്തു. When we talk about applied social psychology, there is an important scientific goal, that is control. ഇനി അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി പറയുമ്പോൾ അവിടെ ഒരു എക്സ്ട്രാ ഗോളും കൂടെ വരുന്നുണ്ട്, കൺട്രോൾ. കാരണം എന്താ, അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ ആണ്. ഒരു പ്രോബ്ലം കിട്ടി അതിന് ഒരു സൊല്യൂഷൻ നമുക്ക് കൊടുക്കണം. അപ്പൊ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താണ്, അത് പ്രാക്ടിക്കൽ ആണ്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഒരു ഗോളും കൂടെ വരുന്നുണ്ട്, എന്താണ്, കൺട്രോൾ. ഇൻ റിസർച്ച് കോണ്ടെക്സ്റ്റ് ഇറ്റ് ഡിനോട്ട്സ് എബിലിറ്റി ടു മാനിപ്പുലേറ്റ് ദ സിറ്റുവേഷൻ, റിസർച്ച് കണ്ടീഷൻ ഇൻ ഓർഡർ ടു സ്റ്റഡി ദ ചേഞ്ചസ് ഒക്കറിംഗ് ഇൻ ഫിനോമിന. കണ്ട, അതിനെ റിസർച്ച് നടത്തി കഴിയുമ്പോൾ അതിലൊരു സിറ്റുവേഷൻ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റണം, അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ കൺട്രോൾ എന്ന് പറയുന്ന ലാസ്റ്റത്തെ ഒരു ഗോളും കൂടെ വന്നു. നമുക്കിവിടെ COVID-19 എന്ത് പറയാം, മാസ്ക് ധരിക്കുക, കർഫ്യൂ വെച്ചേക്കുക, ഷട്ട് ഡൗൺ ചെയ്തേക്കുക, അതൊക്കെ എന്താണ്, കൺട്രോൾ ആണ്. ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്തേ പറ്റുള്ളൂ. എല്ലാവരും മാസ്ക് ധരിക്കണം പറഞ്ഞു, കൺട്രോൾ ചെയ്യാണ്. ആരും പുറത്തേക്ക് ഇറങ്ങരുത്, വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കണം, കർഫ്യൂ ഏർപ്പെടുത്തി, കൺട്രോൾ ആണ്. അപ്പൊ പ്രാക്ടിക്കലി നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ അഞ്ചാമതൊരു ഗോളും കൂടി അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ കാര്യത്തിൽ നമുക്ക് പറയാം, കൺട്രോൾ. അപ്പൊ ഓക്കെ ആണോ? 5 ഗോളുകൾ ഓക്കെ ആണോ? ഡിസ്ക്രിപ്ഷൻ, ആദ്യം ഈവന്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നു, പ്രെഡിക്റ്റ് ചെയ്യുന്നു. രണ്ടാമത് പിന്നെ അതിന്റെ കോസസ്, എന്തുകൊണ്ടാണ്, ഡിറ്റർമൈനിങ് കോസാലിറ്റി. എന്നിട്ട് അത് മനസ്സിലായി കഴിഞ്ഞാൽ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. ഇന്ന ഇന്ന കാരണത്തിനാണ് ഈ ഒരു അസുഖം വന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇവന്റ് ഉണ്ടായുള്ളത് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ കൺട്രോൾ ചെയ്യുക. കാരണം മനസ്സിലായി കഴിഞ്ഞാൽ അത് തടഞ്ഞ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ടുള്ള ഇന്റർവെൻഷൻസ് കൊണ്ടുവരും. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആൻഡ് സോഷ്യൽ പോളിസി. സോഷ്യൽ പോളിസി അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയും എങ്ങനെയാണെന്ന് നോക്കാം. Policies are mainly developed in order to bring about a positive change for betterment of the individual. പോളിസി എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പൊ നമുക്ക് ഇൻഷുറൻസ്, LIC എന്നൊക്കെ ആലോചിക്കാം, പോളിസികളാണ് അല്ലെ. ഒരാളുടെ ഇൻഡിവിജ്വലിന്റെ നല്ലതിന് വേണ്ടി, ഓരോരുത്തരുടെയും നല്ലതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് എന്ത്, പോളിസീസ് എന്ന് പറയുന്നത്. സോഷ്യൽ പോളിസി ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ആക്ഷൻസ് ദാറ്റ് ആർ ടേക്കൺ ബൈ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഇൻ ഓർഡർ ടു ബ്രിങ് അബൌട്ട് റീഫോംസ് ഓർ ഡെവലപ്മെന്റ് ഇൻ സൊസൈറ്റി. അപ്പൊ സോഷ്യൽ പോളിസി എന്ന് പറയുമ്പോൾ എന്താ, അത് സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്ത്, സോഷ്യൽ പോളിസി, സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി. സോഷ്യൽ പോളിസീസ് ഓൾസോ ഫോക്കസ് ഓൺ ദ സോഷ്യൽ വെൽഫെയർ ഓഫ് ദ ഇൻഡിവിജ്വൽ. അപ്പൊ സോഷ്യൽ പോളിസി എന്തിലും കൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വൽസിന്റെ ഓരോരുത്തരുടെയും സോഷ്യൽ വെൽഫെയറിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ക്യാൻ ബി ടേംഡ് ആസ് എ പ്രിൻസിപ്പിൾ ആൻഡ് ഗൈഡ്ലൈൻസ് ദാറ്റ് ക്രിയേറ്റ് കണ്ടീഷൻസ് ദാറ്റ് ആർ ഫേവറബിൾ ആൻഡ് ബെനിഫിഷ്യൽ ടു പ്രൊമോട്ട് ഇൻഡിവിജ്വൽ വെൽഫെയർ. അത് മാത്രമല്ല, ഫോക്കസ് ചെയ്യുന്നതിനോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്, അവർ കുറച്ച് പ്രിൻസിപ്പിൾസും ഗൈഡ് ലൈൻസും പറയുന്നുണ്ട്, കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതായത് ഇൻഡിവിജ്വൽ വെൽഫെയർ ആണ്, ഓരോരുത്തരും നന്നായിട്ട് വളരാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനായിട്ടുള്ള റൂൾസും കണ്ടീഷൻസും പ്രിൻസിപ്പിൾസും ഗൈഡ് ലൈൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ പോളിസീസ് കൊണ്ടുവന്നിട്ടുണ്ട്. Social policies mainly focus in order to promote the welfare of the individuals in the society and could have objectives that focus on the economical and non-economical goals. അപ്പൊ അത് മാത്രമല്ല, എന്തിനാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്, ഇൻഡിവിജ്വൽസിന്റെ, സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽസിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ അതിന് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഇക്കണോമിക്കൽ നോൺ ഇക്കണോമിക്കൽ ഗോൾസിന് വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റീവ്സും കൊണ്ടുവരും. കാരണം എന്താ, സാമ്പത്തികപരമായിട്ടും നോക്കണം, അല്ലാതെയും ഒരു സൊസൈറ്റീനെ മൊത്തത്തിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ളതാണ്.
They also focus on a fair and equal distribution of resources amongst various sections of society. എല്ലാ റിസോഴ്സസും എല്ലാ വിഭവങ്ങളും ഈക്വൽ ഡിസ്ട്രിബ്യൂഷനിൽ കൊടുക്കണം അല്ലെ. ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവ് അങ്ങനെയില്ല. സൊസൈറ്റിയിലെ എല്ലാവർക്കും ഫെയർ ആൻഡ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതും കൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. It is important that the knowledge, attitude, practices of individuals in the society are focused on as the policies are framed so that they lead to development and do not interfere with the effective functioning of the individuals in the society. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇൻഡിവിജ്വൽസിന്റെ നോളജ്, ആറ്റിറ്റ്യൂഡ്, പ്രാക്ടീസ് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് ഫോക്കസ് ചെയ്തതൊക്കെ എന്തിലാണ്? പോളിസീസ് ആണ്. അത് ഫ്രെയിം ചെയ്തിട്ടുള്ളത് ഓരോരുത്തരുടെയും ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു ഡെവലപ്മെന്റ് ഇഫക്റ്റീവ് ഫംഗ്ഷനിങ് നടക്കുന്ന ടൈമിൽ അതിന് തടസ്സമില്ലാത്ത രീതിയിൽ ഈ പറയുന്ന നോളജ്, ആറ്റിറ്റ്യൂഡ്, പ്രാക്ടീസ് ഒക്കെ ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. The focus also needs to be on the issue or problem which the policy is developed, and applied social psychology can play an important role here. അപ്പൊ ഈ ഒരു ഇഷ്യൂ പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ ആയിട്ട് എന്ത് വേണം? ഈ പോളിസി ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഒരു സൊസൈറ്റീനെ ഡെവലപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായെന്ന് വിചാരിക്കാം. അപ്പൊ അത് സോൾവ് ചെയ്യണം. ആ സോൾവ് ചെയ്യേണ്ട ആ ഘട്ടത്തിലാണ് നമുക്ക് എന്താവശ്യമായിട്ട് വരുന്നത്? അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആവശ്യമായിട്ട് വരുന്നത്. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ക്യാൻ പ്രൊവൈഡ് as a systematic scientific methods to understand the social issues and problem. അപ്പൊ അവിടെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി വരികയാണ്. എന്നിട്ട് അതിന്റെ സിസ്റ്റമാറ്റിക് സയന്റിഫിക് മെത്തേഡ്സ് ഒക്കെ വെച്ചിട്ട് സോഷ്യൽ ഇഷ്യൂസും പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാക്കുന്നു. ആൻഡ് ദെൻ ഇറ്റ് ക്യാൻ ബി ഓൾസോ പ്ലേ എ റോൾ ഇൻ ഡെവലപ്പിംഗ് ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് ഇൻക്ലൂഡിംഗ് ഡെവലപ്മെന്റ് ഓഫ് ഇഫക്റ്റീവ് സോഷ്യൽ പോളിസി. അപ്പൊ അവര് അവിടെ വന്നിട്ട് അത് ആ പ്രശ്നം പരിഹരിക്കാനുള്ള കുറച്ച് ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് ഒക്കെ കൊണ്ടുവന്നു, ഇൻക്ലൂഡിംഗ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ പോളിസി. അതിനൊപ്പം ഇഫക്റ്റീവ് സോഷ്യൽ പോളിസീസ് അവിടെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. ഇപ്പൊ ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഒരു ഗ്രാമപ്രദേശം എടുക്കുകയാണ്. അവിടെ റോഡുകളൊന്നും ശരിയല്ല. അപ്പൊ അതെന്താണ്? ആ ഒരു സൊസൈറ്റിയുടെ ഒരു ഇഷ്യൂ ആണത്. അപ്പൊ അവിടെ അത് സോൾവ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണം? അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ ആവശ്യം വന്നു. അപ്പൊ അതിന്റെ ആൾക്കാരൊക്കെ വന്ന് അവിടെ ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് പറയാണ്. ഈ റോഡ് അങ്ങനെ ആക്കണം, ആ വഴി ഇവിടെ കൊണ്ടു മുട്ടിക്കണം, ഇതുകൂടെ ബസ്സുകൾ പോവാനായിട്ട് പാടില്ല, മറ്റുള്ള വണ്ടികൾ ഇത് കൂടെ പോവുക, അങ്ങനെയുള്ള ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് അവർ കൊടുക്കും. എന്നിട്ട് ഇഫക്റ്റീവ് സോഷ്യൽ പോളിസിയും കൂടെ അവിടെ എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യും. Further, applied social psychology can play an important role not only in understanding the social issue or problem. അപ്പൊ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിക്ക് ഇമ്പോർട്ടന്റ് റോൾ ഉണ്ടെന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ മാത്രമല്ല, ദാറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ പോളിസി. അപ്പൊ സോഷ്യൽ പോളിസിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഡെവലപ്മെന്റ് ആണ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യൽ പോളിസീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബട്ട് ഇറ്റ് ക്യാൻ ഓൾസോ പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദ സോഷ്യൽ പോളിസി. എന്നിട്ട് അതിന്റെ ആ സോഷ്യൽ പോളിസി എങ്ങനെ ഇംപ്ലൈ ചെയ്യാം, എന്നിട്ട് അത് ഇംപ്ലൈ ചെയ്തിട്ട് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് അറിയണം അല്ലെ. അപ്പൊ സോഷ്യൽ പോളിസി എന്ന് പറയുമ്പോൾ അവിടെ റോഡിന്റെ പ്രശ്നം പറഞ്ഞു. അപ്പൊ ആ റോഡ് ശരിയാക്കാനുള്ള ഒരു കമ്മിറ്റി, ഒരു ടീമിനെ അവിടെ അറേഞ്ച് ചെയ്തു. എന്നിട്ട് അവരെ ആവശ്യമുള്ള പ്രോസസ് ഒക്കെ അവിടെ ഇംപ്ലൈ ചെയ്ത് ലാസ്റ്റ് അതിനെ ഇവാലുവേറ്റ് ചെയ്യും അല്ലെ. റോഡ് ശരിയായിട്ടുണ്ടോ, യാത്രാ സൗകര്യം ഒക്കെ ആയിട്ടുണ്ടോ, വലിയ വണ്ടികൾക്ക് പോവാനായിട്ട് പറ്റും, അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും. Further, the effectiveness of the policy can also be assessed using the systematic and scientific methods of applied social psychology. അപ്പൊ ഈ ഒരു പോളിസിയുടെ ഇഫക്റ്റീവ്നെസ്, സോഷ്യൽ പോളിസിയുടെ ഇഫക്റ്റീവ്നെസ് എന്തിനും കൂടെ യൂസ് ചെയ്യാം. Can also be assessed using the systematic and scientific methods of applied social psychology. ഇതാണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്? അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയും സോഷ്യൽ പോളിസിയും എന്ന് പറയുന്നത്. അതായത് സോഷ്യൽ പോളിസി എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ആണ് ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് ഇൻ ദ സൊസൈറ്റി, അതാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വെൽഫെയർ. അപ്പൊ അവിടെ ഒരു പ്രശ്നം കണ്ടെത്തിയിട്ട് സോൾവ് ചെയ്യുന്ന ടൈമിലാണ് നമുക്ക് അവിടെ എന്ത് വേണ്ടി വരുന്നത്? അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി വേണ്ടി വരുന്നത്. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ നിങ്ങക്ക് അല്ലെ? ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇനി അടുത്തത് ലെവൽസ് ഓഫ് അനാലിസിസ്. എനി ബിഹേവിയർ വിൽ ഹാവ് എ സോഷ്യൽ ഡയമെൻഷൻ ടു ഇറ്റ്. ഓരോ ബിഹേവിയറിനും എന്തുണ്ട്? അതിനൊരു സോഷ്യൽ ഡയമെൻഷൻ ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, സോഷ്യൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്താ?
പലരും നോക്കിക്കാണുന്നത് പലതരത്തിലായിരിക്കും. ഇപ്പൊ നമ്മൾ ബിഹേവ് ചെയ്യുന്നത് ഒരു തരത്തിലാണെങ്കിൽ പലരും നോക്കിക്കാണുന്നത് വേറെ തരത്തിലായിരിക്കും. അപ്പൊ സോഷ്യൽ ഇൻഫ്ലുവൻസ് ക്യാൻ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്, ബട്ട് ദ ഇൻഫ്ലുവൻസ് ദാറ്റ് ഹാവ് ആൻ ഇൻഡിവിജ്വൽ ഈസ് സിഗ്നിഫിക്കന്റ്. അപ്പൊ നമ്മുടെ സോഷ്യൽ ഇൻഫ്ലുവൻസ് ചിലപ്പോൾ ഡയറക്റ്റ് ആയിരിക്കാം, ഇൻഡയറക്റ്റ് ആയിരിക്കാം. പക്ഷെ ആ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് എന്തുണ്ട്, സിഗ്നിഫിക്കന്റ് ഉണ്ട്, പ്രാധാന്യമുണ്ട്. ഇപ്പൊ ഒരാള് നമ്മളിപ്പോ ഡാൻസ് കളിച്ചു, ഒരാൾ നോക്കിയിട്ട് പറയാം ഒരു വൃത്തിയായിട്ടില്ല, എന്തൊട്ട് കളി കളിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു. നമുക്ക് അതിനെ പറ്റിയിട്ട് ചിലപ്പോൾ വല്ലാത്ത ഭയങ്കര ടെൻഷനൊക്കെ ആവും. അയ്യോ ഇപ്പൊ എന്തെങ്ങനെ പറഞ്ഞേ, ഞാൻ കളിച്ചത് ശരിയായില്ലേ, ഞാൻ ഇനി തൊട്ട് ഡാൻസ് കളിക്കില്ല, ഇങ്ങനെയുള്ള. അപ്പൊ നമ്മൾ ഒരാൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ടായിരിക്കാം, ഇൻഡയറക്റ്റ് ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും അത് നമ്മുടെ ബിഹേവിയറിനെ ബാധിക്കുന്നുണ്ട്. Thus the social determinants could be interpersonal, group, organizational, community, and societal or cultural. And these determinants can also be termed as levels of analysis. അപ്പൊ ഈ ഒരു ഡിറ്റർമിനൻസ് എന്ന് പറയുമ്പോൾ എന്താ, അത് പല ലെവലിലായിരിക്കാം. ഒന്നെങ്കിൽ ഇന്റർപേഴ്സണൽ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഇടയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിട്ടായിരിക്കാം. ഒരു ഗ്രൂപ്പില് ആ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഇൻഫ്ലുവൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ സൊസൈറ്റി, അല്ലെങ്കിൽ കൾച്ചർ ആയിരിക്കാം. ഇതൊക്കെ എന്താണ്, ഡിറ്റർമിനൻസ് ആണ്. ഇതിനെയാണ് നമ്മൾ ലെവൽസ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോഷ്യൽ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. ഇതിനെ തന്നെയാണ് എന്തെന്നും പറയുന്നത്, ലെവൽസ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, ലെവൽസ് ഓഫ് അനാലിസിസിൽ ആദ്യത്തെ ഇന്റർപേഴ്സണൽ. This mainly has to do with the influence of other individuals, especially the significant others in one life. കണ്ടോ, നമുക്ക് പ്രാധാന്യമുള്ള ആൾക്കാരെന്നെ, നമ്മുടെ ലൈഫിൽ വേണ്ടപ്പെട്ട ആൾക്കാരെന്നെ, ആ ഒരു ലെവലിലാണ് ഇന്റർപേഴ്സണൽ ലെവൽ എന്ന് പറയുന്നത്. ലെവൽസ് ഓഫ് അനാലിസിസ് ആണ് ഇന്റർപേഴ്സണൽ ലെവൽ. ലെവൽസ് ഓഫ് അനാലിസിസ് ഓക്കെ അല്ലേ? ഒന്നും കൂടി പറയോ ആദ്യം പറഞ്ഞ പോർഷൻ? ആദ്യം പറഞ്ഞ ഒന്നുകൂടി പറയാം. ലെവൽസ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ബിഹേവിയർ എന്താണ്, ഓരോരുത്തരുടെയും ബിഹേവിയറിന് ഒരു സോഷ്യൽ ഡയമെൻഷൻ ഉണ്ട്. അതായത് പലരും നോക്കി കാണുന്നത് പലതരത്തിലായിരിക്കും. അപ്പോൾ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എന്താ, ചിലപ്പോൾ ഡയറക്റ്റ് ആയിരിക്കാം, ഇൻഡയറക്റ്റ് ആയിരിക്കാം. പക്ഷെ അത് നമ്മളെ തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് സിഗ്നിഫിക്കന്റ് ആണ്, പ്രാധാന്യമുള്ളതാണ്. ദാറ്റ് ഹാവ് എ ഇൻഡിവിജ്വൽ ഈസ് സിഗ്നിഫിക്കന്റ്, അത് പ്രാധാന്യമുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ ഒരു പാട്ട് പാടി, ഞാൻ സ്റ്റേജിൽ നിന്ന് പാട്ട് പാടി. അപ്പോ ഒരാള് പറയാണ് വളരെ നന്നായിട്ടുണ്ട് കേട്ടാന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു വളരെ നന്നായിട്ടുണ്ടെന്ന്. വേറൊരാൾ പറഞ്ഞു അയ്യോ ഒരു രസമായിട്ടില്ല പാടിയത്, എന്ത് പാട്ടാ പാടിയത്, ഒരു വൃത്തിയില്ല പാടിയത്, കേൾക്കാൻ ഒരു രസം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോ ഡയറക്റ്റ് ആയിരിക്കാം, നേരിട്ട് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയും, വേറെ ആരെങ്കിലോടൊക്കെ പറഞ്ഞ് നമ്മളത് പിന്നെയും നമ്മുടെ ചെവിട്ടിലെത്തും. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, സോഷ്യൽ ഡിറ്റർമിനൻസ്. ഈ സോഷ്യൽ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്റർപേഴ്സണൽ ആയിരിക്കാം, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഇടയിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിരിക്കാം, ഒരു ഗ്രൂപ്പിന്റെ ഉള്ളിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷണൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു കമ്പനിയിലായിരിക്കാം, കമ്മ്യൂണിറ്റിയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി, അല്ലെങ്കിൽ കൾച്ചറൽ ആയിരിക്കാം. ഇതൊക്കെ നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം സോഷ്യൽ ഡിറ്റർമിനൻസിന് നമുക്ക് എന്തെന്നും കൂടെ പറയാം, ലെവൽസ് ഓഫ് അനാലിസിസ് എന്ന് പറയാം. ഓരോ ലെവലിന്റെ അനാലിസിസ്. ഇപ്പൊ ഓക്കെ ആണോ ലെവൽസ് ഓഫ് അനാലിസിസ്? ഓക്കെ. അപ്പൊ അതിൽ ആദ്യത്തെയാണ് ഇന്റർപേഴ്സണൽ. ഇതെന്താ, നമുക്ക് വേണ്ടപ്പെട്ടവർ മാത്രം, നമ്മുടെ ലൈഫിൽ വേണ്ടപ്പെട്ടവര്, ആ ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഇന്റർപേഴ്സണൽ ആണെന്ന് പറയാം. ദിസ് മെയിൻലി ഹാസ് ടു ഡു വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് അതർ ഇൻഡിവിജ്വൽസ്, എസ്പെഷ്യലി ദ സിഗ്നിഫിക്കന്റ് അതേഴ്സ് ഇൻ വൺ ലൈഫ്. ഇനി ഗ്രൂപ്പ് ഉണ്ട്, അതായത് ദിസ് ഹാസ് മെയിൻലി ഡു വിത്ത് ദ ഇഫക്ട് ഓഫ് ഗ്രൂപ്പ്സ് ഓൺ ദ ഇൻഡിവിജ്വൽസ് ബിഹേവിയർ. കണ്ടോ, ഒരു ഗ്രൂപ്പ് ആയിട്ടാണ്. ഇപ്പൊ നമ്മളൊരു സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഒരു സയൻസ് ക്ലബ്ബ്, അല്ലെങ്കിൽ ഒരു IT ക്ലബ്ബ് ഒക്കെ ആണെന്ന് വിചാരിക്കുക. അവരെ മൊത്തത്തിലുള്ള ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബിഹേവിയറൽ പാറ്റേൺ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അപ്പൊ അതൊരു ഗ്രൂപ്പ് ആണെന്ന് പറയാം, ഗ്രൂപ്പ് ലെവൽ ഓഫ് അനാലിസിസ് ആണെന്ന് പറയാം. പിന്നെ അടുത്തത് ഓർഗനൈസേഷണൽ. ദീസ് ഇൻക്ലൂഡ് varied organizational variables including structure and communication pattern etc. ഇനി കുറച്ച് സ്ട്രക്ചർ ആയിട്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പാറ്റേണിലൂടെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ഓർഗനൈസേഷണൽ. ഇനി കമ്മ്യൂണിറ്റി ഉണ്ട്. This denotes the aspect of the community ranging from demography to ethnicity. കമ്മ്യൂണിറ്റി ഫാക്ടേഴ്സ് ആണ് ജനാധിപത്യം, അല്ലെങ്കിൽ എത്നിസിറ്റി,
ഒക്കെ നമ്മുടെ സമൂഹങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അതാണ് കമ്മ്യൂണിറ്റി ലെവൽസ് ഓഫ് അനാലിസിസ്. ഇനി അടുത്തത് സൊസൈറ്റൽ കൾച്ചറൽ ഉണ്ട്. ദ കൾച്ചറൽ ഫാബ്രിക് ആൻഡ് അതർ റെലവെന്റ് ആസ്പെക്ട്സ് റിലേറ്റഡ് ടു ദ സൊസൈറ്റി ആസ് എ ഹോൾ. കൾച്ചറൽ ഫാക്ടേഴ്സ് നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പൊ ചില മതവിഭാഗങ്ങളിൽ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് നടക്കാൻ പാടില്ല, ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് നടക്കാൻ പാടില്ല, സന്ധ്യാസമയത്ത് രാത്രിയായ പുറത്തേക്ക് ഇറങ്ങരുത്, ഉറക്കെ വർത്താനം പറയരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കൾച്ചറൽ അല്ലെങ്കിൽ സൊസൈറ്റൽ ഫാക്ടേഴ്സാണ്. ആ ഒരു ലെവൽ ഓഫ് അനാലിസിസ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇങ്ങനെ ഓരോ ലെവലും നോക്കുമ്പോഴാണ് എന്ത് ഈ സോഷ്യൽ ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ ലെവൽസ് ഓഫ് അനാലിസിസ് പറയുന്നത്. ഏതൊക്കെയാണ്? ഇന്റർപേഴ്സണൽ, ഗ്രൂപ്പ്സ്, ഓർഗനൈസേഷണൽ, കമ്മ്യൂണിറ്റി, സൊസൈറ്റൽ ഓർ കൾച്ചറൽ. ഓക്കെ ആണോ? അപ്പോ individual differences also play an important role in the context of levels of analysis. ഇവിടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസിന് ഒരു റോൾ ഉണ്ട്. അതായത് എന്താ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എനിക്കുള്ള സ്വഭാവം ആയിരിക്കില്ല സുലേഖയ്ക്ക് ഉണ്ടായിരിക്കാം, അല്ലെ? ഇപ്പൊ ഞാൻ ഭയങ്കര എക്സ്ട്രാവേർട്ട് ആയിരിക്കും, ചിലപ്പോൾ സുലേഖ ചിലപ്പോൾ ഇൻട്രോവേർട്ട് ആയിരിക്കാം. അപ്പൊ അതും കൂടെ ലെവൽ ഓഫ് അനാലിസിസില് ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്, അല്ലെ? ഇപ്പൊ ഒരാള് വന്നിട്ട് നീ പാടിയത് ഒരു രസമായിട്ടില്ല എന്ന് പറഞ്ഞു വിചാരിക്കാം. അപ്പൊ ഇൻഡിവിജ്വൽ ഡിഫറൻസ് വെച്ചിട്ട് ചിലപ്പോൾ ആ കുട്ടി അക്സെപ്റ്റ് ചെയ്യാം, അയാൾ അങ്ങനെ പറഞ്ഞോട്ടെ, ഞാൻ ഇനിയും പാടും, ഞാൻ എന്തിനാ അയാൾ പറയുന്നത് കേൾക്കണ്, അങ്ങനെ വിചാരിക്കുന്നവരുണ്ടായിരിക്കാം. ചിലപ്പോ വേറൊരു കുട്ടി അത് കേട്ട് കഴിഞ്ഞാൽ അതേ സ്ഥാനത്ത് വേറൊരു കുട്ടി വെച്ചാൽ അയ്യോ അയാൾ അങ്ങനെ പറഞ്ഞൂല, അങ്ങനത്തെ പറഞ്ഞ ഞാൻ ഇനി പാട്ട് പാടില്ല, അങ്ങനെ തീരുമാനിക്കുന്നവരുണ്ടായിരിക്കും. അപ്പൊ ഇൻഡിവിജ്വൽ ഡിഫറൻസസിന് എന്തുണ്ട്? ഇതിലൊരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. ഇൻ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഇറ്റ് ഇസ് റെലവന്റ് ടു ഐഡന്റിഫൈ ലെവൽസ് ഓഫ് അനാലിസിസ് so that suitable intervention can accordingly be developed. അപ്പൊ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിക്ക് ലെവൽ ഓഫ് അനാലിസിസ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഏത് ലെവലിൽ നിന്നാണ് ഈ ഒരു ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഇന്റർവെൻഷൻ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അവിടെയാണ് ഈ ഒരു ലെവൽസ് ഓഫ് അനാലിസിസിന്റെ ഇമ്പോർട്ടൻസ്. എന്നെങ്കിൽ മാത്രമേ ഒരു സൊല്യൂഷൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. നാളെ സെക്കൻഡ് ചാപ്റ്റർ ഉണ്ടായിരിക്കും കേട്ടോ. അതും കൂടെ അപ്പൊ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമുക്ക് ഫ്രീ ക്ലാസ്സസ് വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെയ്ഡ് ക്ലാസ്സസ് ആണ്. അപ്പൊ ആരെങ്കിലും ഉണ്ടെച്ചെങ്കിൽ ഫ്രണ്ട്സോ ഗ്രൂപ്പ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. സുലേഖ ഏത് RC ആണ്? ഞാൻ കൊച്ചി, കലൂര് കൊച്ചി അല്ലെ? കലൂര്. നിങ്ങളെ ഗ്രൂപ്പ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നമ്മളെ ക്ലാസ്സിന്റെ കാര്യം പറയാ. നിങ്ങളുടെ പേരിൽ ചേരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും, ചേരുന്നവർക്കും ഉണ്ടായിരിക്കും കേട്ടോ അതിന്റെ ഡിസ്കൗണ്ട്. അപ്പൊ ആരെങ്കിലും ഉണ്ടെച്ചെങ്കിൽ സജസ്റ്റ് ചെയ്യാം. നമ്മൾ നാളെ തൊട്ട് ഇനി പെയ്ഡ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആ ക്ലാസ്സസ് ഒന്നും നമ്മൾ യൂട്യൂബിൽ ഇടില്ല. അതൊക്കെ നിങ്ങൾക്ക് പെയ്ഡ് സ്റ്റുഡൻസിന് മാത്രമായിരിക്കും കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു.